ആയി കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയണോ? മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങാണോ മഴ പ്രമാണിച്ച്? എല്ലാവരും എണിച്ചാ വായോ, നമുക്കൊരു കോളിഫ്ലവർ കൊണ്ട് ഒരു മസാല കറി അങ്ങോട്ട് ശരിയാക്കാം. വായോ. അപ്പൊ അതിനായിട്ടേ നമ്മുടെ കോളിഫ്ലവറിന് ആദ്യം തന്നെ നമ്മളൊന്ന് ഉപ്പും മഞ്ഞളൊക്കെ കലക്കിയിട്ട് ആ വെള്ളത്തിൽ കുറച്ചേരം ഒരു 10 മിനിറ്റ് നേരം, ഞാൻ 10-15 മിനിറ്റ് നേരം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അത് നല്ലോണം വാല വെച്ചിട്ട് പിന്നെ നമ്മുടെ മസാല കറി വെക്കുന്ന പോലെ തന്നെ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റും ഒക്കെ കൂടി റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെ ഒന്നുകൂടി മൂത്തതിന് ശേഷം നമ്മളൊരു 2 മുട്ട അതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ച് അതും നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അത് ഒന്ന് വഴന്ന് വരുമ്പോ നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് തട്ടി പാകത്തിന് ഉപ്പും ഇട്ട് നമ്മളത് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടാ. ഞാൻ അപ്പൊ അതില് ഒരു 1/2 കിലോനാണ് ഞാൻ എടുത്ത കോളിഫ്ലവർ. അതിന് പാകത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആ വക സാധനങ്ങളൊക്കെ പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ അത് നല്ലോണം മൊരിഞ്ഞ് നമ്മള് അതിന്റെ ടേസ്റ്റ് നോക്കി എടുക്കുക. അപ്പൊ നമ്മുടെ മസാലക്കറി, കോളിഫ്ലവർ മുട്ട മസാലക്കറി റെഡി. അപ്പോ മറക്കരുത് കേട്ടാ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമൊക്കെ ആവണില്ലേ? എല്ലാവർക്കും ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പിടിച്ച് നിങ്ങളുടെ കൂടെ നിർത്തുക കേട്ടാ.